STV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ നന്ദു. ആദ്യം പ്രധാന വാർത്തകൾ. തൃശൂർ ജില്ലയിൽ ഓപ്പറേഷൻ കാപ്പ ശക്തം. വിവിധ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ 6 കുപ്രസിദ്ധ ഗുണ്ടകൾക്കെതിരെ കാപ്പ ചുമത്തി. 2025 മാത്രം തൃശൂർ റൂറൽ ജില്ലയിൽ കാപ്പ പ്രകാരം ജയിലിലടച്ചത് 31 പേരെ, 37 പേരെ നാടുകടത്തി. ലഹരിക്കെതിരെ ജനകീയ കവചം തീർത്ത് DYFI. ഷൊർണൂർ ജനകീയ ജാഗ്രതാ സമിതി രൂപീകരിച്ചു. ലഹരി വിരുദ്ധ ജനകീയ യുദ്ധത്തിൽ അണിചേരാൻ ആഹ്വാനം. പാണക്കാട് നിന്ന് നെടുമ്പാശ്ശേരിയിലേക്കുള്ള യാത്രയ്ക്കിടെ വഴിയോരത്ത് നിറഞ്ഞ പ്രവർത്തകരെ ആവേശത്തിലാക്കി കോൺഗ്രസ് MP പ്രിയങ്ക ഗാന്ധി. പട്ടാമ്പിയിൽ പ്രിയങ്കയെ കാണാൻ കോൺഗ്രസ് ഓഫീസ് പരിസരത്ത് തടിച്ചുകൂടിയത് 100 കണക്കിന് പ്രവർത്തകർ. മണ്ണുത്തി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പ്രിയങ്കയുടെ വാഹനവ്യൂഹത്തിന് തടസ്സം സൃഷ്ടിച്ച എളനാട് സ്വദേശിക്കെതിരെ കേസെടുത്തു. 96 ദേശങ്ങൾ പൂരാവേശത്തിൽ. ചരിത്രപ്രസിദ്ധമായ കവളപ്പാറ ആര്യങ്കാവ് പൂരത്തിന് കൊടിയേറി. നാളെ 5-ാം വേല. ഏപ്രിൽ 3-ന് കുതിരക്കളി, 4-ന് വർണ്ണപ്പൂരം. വാർത്തകൾ വിശദമായി. തൃശൂർ ജില്ലയിൽ ഓപ്പറേഷൻ കാപ്പ ശക്തം. 6 കുപ്രസിദ്ധ ഗുണ്ടകൾക്കെതിരെ കാപ്പ നിയമപ്രകാരം നടപടി സ്വീകരിച്ചു. 2025 മാത്രം തൃശൂർ റൂറൽ ജില്ലയിൽ 31 പേരെയാണ് കാപ്പ പ്രകാരം ജയിലടച്ചത്. തൃശൂർ ജില്ലയിൽ ഓപ്പറേഷൻ കാപ്പ അതിശക്തമായി തുടരുകയാണ്. 2025 മാത്രം തൃശൂർ റൂറൽ ജില്ലയിൽ 31 പേരെ കാപ്പ പ്രകാരം ജയിലിലടച്ചു. ആകെ 68 ഗുണ്ടകളെയാണ് കാപ്പ ചുമത്തിയിട്ടുള്ളത്. 37 പേർക്കെതിരെ കാപ്പ പ്രകാരം നാടുകടത്തലും മറ്റുള്ള നടപടികളും സ്വീകരിച്ചിട്ടുണ്ട്. 6 പേർക്കെതിരെ കൂടി കഴിഞ്ഞ ദിവസം കാപ്പ ചുമത്തി. ധനേഷ്, ഷാബിദ്, അമീൻ, വൈശാഖ്, തനൂഫ്, തിലേഷ് എന്നിവർക്കെതിരെയാണ് നടപടി സ്വീകരിച്ചത്. മതിലകം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ഗുണ്ടയായ പനങ്ങാട് പേഴേങ്കാവ് സ്വദേശി ചെങ്ങാറ വീട്ടിൽ 40 വയസ്സുള്ള ധനേഷിനെ കാപ്പ പ്രകാരം 1 വർഷത്തേക്ക് നാടുകടത്തിയിരിക്കുകയാണ്. മാക്കാന്തറ സ്വദേശിയായ 25 വയസ്സുള്ള അമീനെ കാപ്പ നിയമപ്രകാരം 6 മാസത്തേക്കാണ് നാടുകടത്തിയത്. കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ഗുണ്ടകളായ ലോകമല്ലേശ്വരം തിരുവള്ളൂർ സ്വദേശി കോറാശ്ശേരി വീട്ടിൽ 28 വയസ്സുള്ള വൈശാഖിനെയും കുന്നത്തുപടിക്കൽ തനൂഫിനെയും കാട്ടൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ഗുണ്ടയായ കാട്ടൂർ ഇല്ലിക്കാട് സ്വദേശി കുതിരപ്പുള്ളി വീട്ടിൽ തിലേഷിനെതിരെയും 6 മാസത്തേക്ക് നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ഇരിങ്ങാലക്കുട DYSP ഓഫീസിൽ വന്ന് ഒപ്പുവെക്കുന്നതിനും ഉത്തരവുണ്ട്. ഇരിങ്ങാലക്കുട DYSP ഓഫീസിൽ ഇവർ വന്ന് ഒപ്പുവെക്കണമെന്നാണ് ഉത്തരവ്. തൃശൂർ റേഞ്ച് DIG ഹരിശങ്കർ IPSന്റെ മേൽനോട്ടത്തിൽ ഗുണ്ടകൾക്കെതിരെ സ്വീകരിക്കുന്ന കർശന നടപടികളുടെ ഭാഗമായാണ് കാപ്പ ചുമത്തി വരുന്നത്. ഓപ്പറേഷൻ കാപ്പ ശക്തമായി തുടരുമെന്ന് അധികൃതർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഷൊർണൂരിൽ ലഹരിക്കെതിരെ ജനകീയ കവചം തീർത്ത് DYFI. ജനകീയ യുദ്ധത്തിൽ അണിചേരുക എന്ന മുദ്രാവാക്യവുമായാണ് പരുത്തിപ്ര ഗവൺമെന്റ് പ്രീ മെട്രിക് ഹോസ്റ്റൽ അങ്കണത്തിൽ ജനകീയ ജാഗ്രതാ സമിതി രൂപീകരണം സംഘടിപ്പിച്ചത്. ഷൊർണൂർ നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. ഇവിടെ കേരളത്തിലെന്തോ ഭൂകമ്പം സംഭവിക്കുന്നു എന്ന മട്ടിൽ നടക്കുന്ന ചില കുപ്രചരണങ്ങൾ, അതിന് പിറകിൽ നമ്മൾ പോകാൻ പാടില്ല. കാരണം കേരളം എന്ന് പറയുന്ന ഈ സംസ്ഥാനത്തെ പോലീസും അതുപോലെ തന്നെ എക്സൈസ് സംവിധാനം വളരെ ശക്തമായതുകൊണ്ടും കേസെടുക്കുന്നു എന്നതുകൊണ്ടുമാണ് ലഹരി ഉപയോഗത്തിന്റെ എണ്ണത്തിൽ വർധനവ് കാണുന്നത് എന്ന് മനസ്സിലാക്കാം. DYFI ഷൊർണൂർ മേഖലാ പ്രസിഡന്റ് KU വിവേക് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി MK ഉണ്ണികൃഷ്ണൻ സ്വാഗതം പറഞ്ഞു. പട്ടാമ്പി അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ K മണികണ്ഠൻ മുഖ്യപ്രഭാഷണം നടത്തി. CPM ഷൊർണൂർ ലോക്കൽ സെക്രട്ടറി ND ദിൻഷാദ്, വാർഡ് കൗൺസിലർമാരായ ഷൊർണൂർ വിജയൻ, ശ്രീകലാരാജൻ, മഹിളാ അസോസിയേഷൻ ഒറ്റപ്പാലം ഏരിയ സെക്രട്ടറി P സിന്ധു, CPI ഷൊർണൂർ ലോക്കൽ സെക്രട്ടറി KC സോമൻ, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് TK ആഷിഖ്, CDS ചെയർപേഴ്സൺ VC സിന്ധു, സലീഷ ശങ്കർ, M നാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. വയനാട് MP പ്രിയങ്ക ഗാന്ധിയെ നേരിൽ കാണാൻ പട്ടാമ്പിയിൽ പാതയോരത്ത് തടിച്ചുകൂടിയത് 100 കണക്കിന് കോൺഗ്രസ് പ്രവർത്തകർ. പാണക്കാട് ഇഫ്താർ സംഗമത്തിൽ പങ്കെടുത്ത ശേഷം നെടുമ്പാശ്ശേരിയിലേക്കുള്ള യാത്രാമധ്യേ പട്ടാമ്പിയിലൂടെ കടന്നു പോകുമ്പോഴാണ് പ്രവർത്തകരും നേതാക്കളും അഭിവാദ്യം ചെയ്യാനെത്തിയത്. യാത്രക്കിടെ വാഹനവ്യൂഹത്തിന് തടസ്സം സൃഷ്ടിച്ചതിന് മണ്ണുത്തിയിൽ വെച്ച് എളനാട് സ്വദേശിക്കെതിരെ പോലീസ് കേസെടുത്തു. പാണക്കാട് നിന്ന് ഇഫ്താർ സംഗമത്തിൽ പങ്കെടുത്ത് മടങ്ങുന്നതിനിടെ പ്രിയങ്ക ഗാന്ധിയെ ഒരു നോക്ക് കാണുന്നതിനാണ് പട്ടാമ്പിയിൽ കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും തടിച്ചുകൂടിയത്. പട്ടാമ്പി കോൺഗ്രസ് ഭവന് മുന്നിലായിരുന്നു സംഭവം. നിരവധി നേതാക്കളും പ്രവർത്തകരും പ്രിയങ്ക ഗാന്ധിയുടെ കാറിനരികിലേക്കെത്തി ഹസ്തദാനം നടത്തി.
പ്രിയപ്പെട്ട നേതാവിന്റെ സാന്നിധ്യം പ്രവർത്തകർക്കിടയിൽ വലിയ ആവേശം സൃഷ്ടിച്ചു. നെടുമ്പാശ്ശേരിക്കുള്ള യാത്രക്കിടെ മണ്ണുത്തി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വെച്ചാണ് പ്രിയങ്ക ഗാന്ധിയുടെ വാഹനവ്യൂഹത്തിന് തടസ്സം സൃഷ്ടിച്ചത്. തൃശൂർ എളനാട് സ്വദേശി അനീഷ് എബ്രഹാമാണ് വാഹനവ്യൂഹത്തിനിടയിൽ കാർ കയറ്റി ബ്ലോക്ക് ചെയ്തത്. പോലീസ് ഇടപെട്ട് വാഹനം മാറ്റിയപ്പോൾ പോലീസിന് നേരെ ഇയാൾ തട്ടിക്കയറി. വാഹനവ്യൂഹത്തിന് തടസ്സം സൃഷ്ടിച്ചതിന് അനീഷിനെതിരെ മണ്ണുത്തി പോലീസ് കേസെടുത്തു. വാഹനവ്യൂഹത്തിന് അപകടമുണ്ടാക്കാൻ ശ്രമിച്ചു, പോലീസിന്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിട്ടുള്ളത്. STV ന്യൂസ്, പട്ടാമ്പി, തൃശൂർ. 96 ദേശങ്ങളുടെ മഹാപൂരത്തിന് കൊടിയേറി. കവളപ്പാറ ആര്യങ്കാവ് ക്ഷേത്രവും പരിസരവും ആഘോഷ നിറവിലാണ്. ശനിയാഴ്ച വൈകുന്നേരമാണ് പൂരം കൊടിയേറിയത്. ഏപ്രിൽ 4-നാണ് പൂരം. 96 ദേശങ്ങളുടെ മഹാപൂരത്തിന് ശനിയാഴ്ച വൈകുന്നേരമാണ് കൊടിയേറിയത്. നിരവധി ഭക്തജനങ്ങളുടെ സാന്നിധ്യത്തിലായിരുന്നു പൂരം കൊടിയേറ്റം. കൊടിയേറ്റത്തിന് ശേഷം നിറമാല, പ്രാദേശിക കലാപരിപാടികൾ, നാട്ടുചന്തം, നാടൻപാട്ടുകൾ എന്നിവയുമുണ്ടായി. പൂരം അതിന്റെ ആവേശത്തോടടുക്കുകയാണ്. മാർച്ച് 31 തിങ്കളാഴ്ചയാണ് 5-ാം വേല. 5-ാം വേലയോടനുബന്ധിച്ച് രാത്രി 8:45 മുതൽ 10:45 വരെ കിഴക്കൂട്ട് അനിയന്മാരാരും സംഘവും അവതരിപ്പിക്കുന്ന മേളമുണ്ടാകും. പൂരാഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മേളം സമർപ്പണം. 11:30 5-ാം വേല വരവ് ആരംഭിക്കും. കൈലിയാട്, ത്രാങ്ങാലി, കൂനത്ര, കാരക്കാട്, മുണ്ടായ എന്നീ 5 വേലകളാണ് 5-ാം വേലയ്ക്ക് കാവങ്കണത്തിൽ നിറഞ്ഞാടുക. ഏപ്രിൽ 3 വ്യാഴാഴ്ച കുതിരകളിയാണ്. വൈകുന്നേരം 7 മുതൽ കുതിരകളി ആരംഭിക്കും. കുതിരകളിയുടെ രാവു പുലർന്നാൽ മനോഹാരിതയുടെ പൂരം. വള്ളുവനാട്ടിലെ ഏറ്റവും ശാന്തസുന്ദരമായ മഹോത്സവങ്ങളിൽ ഒന്നാണ് കവളപ്പാറ ആര്യങ്കാവ് പൂരം. ന്യൂസ് സെന്റർ, ഷൊർണൂർ. വാഴക്കോട് പ്ലാഴി സംസ്ഥാന പാതയിൽ കിള്ളിമംഗലത്തിൽ നിയന്ത്രണം വിട്ട കാർ മതിലിടിച്ച് അപകടം. 3 പേർക്ക് പരിക്കേറ്റു. നിയന്ത്രണം വിട്ട ഇന്നോവ കാർ സ്വകാര്യ വ്യക്തിയുടെ വീട്ടുമതിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. പരിക്കേറ്റവരെ ചേലക്കര സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇടിയുടെ ആഘാതത്തിൽ വാഹനത്തിന് മുൻഭാഗവും വഴിവിളക്കും വീട്ടുമതിലും തകർന്നു. തൃശൂർ ആളൂർ SHOക്ക് സസ്പെൻഷൻ. ലഹരിക്കേസുകൾ പെരുപ്പിച്ചു കാണിച്ച സംഭവത്തിലാണ് നടപടി. ആളൂർ HSO KM ബിനീഷിനെയാണ് സസ്പെൻഡ് ചെയ്തത്. ലഹരിക്കേസുകൾ പെരുപ്പിച്ചു കാണിച്ച സംഭവത്തിലാണ് നടപടി. 3 പ്രതികളുണ്ടായിരുന്ന ഒരു ലഹരിക്കേസ് 3 കേസുകളാക്കിയെന്ന് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് KM ബിനീഷിനെ സസ്പെൻഡ് ചെയ്തത്. സംഭവത്തിൽ അന്വേഷണം നടത്തിയപ്പോൾ കേസുകൾ പെരുപ്പിച്ചു എന്ന് വ്യക്തമായിരുന്നു. കേസ് പെരുപ്പിച്ചത് ലഹരിക്കേസിനെ കോടതിയിൽ ഉൾപ്പെടെ ദുർബലപ്പെടുത്തുമെന്നും അന്വേഷണ റിപ്പോർട്ടിലുണ്ട്. ഇതിന്റെയെല്ലാം അടിസ്ഥാനത്തിലാണ് KM ബിനീഷിനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. അകലൂർ ഗവൺമെന്റ് ഹൈസ്കൂളിൽ പുതിയതായി നിർമ്മിച്ച ക്ലാസ് മുറികളുടെ ഉദ്ഘാടനം നടന്നു. അഡ്വക്കേറ്റ് പ്രേംകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. 1,25,00,000 രൂപ ചെലവഴിച്ചാണ് കെട്ടിടത്തിന്റെ നിർമ്മാണം. പൊതുവിദ്യാഭ്യാസ വകുപ്പിന് നേതൃത്വം നൽകുന്ന മന്ത്രി ശ്രീ വി ശിവൻകുട്ടി അവരുടെ നിരവധി തവണ കാണുകയും അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽ ഈ മണ്ഡലത്തിൽ പ്രഥമ പരിഗണന നൽകി നിർമ്മിക്കേണ്ട വിദ്യാലയം, അനുബന്ധ സൗകര്യം, ഭൗതിക സാഹചര്യം ഒരുക്കേണ്ട വിദ്യാലയം അകലൂർ ഗവൺമെന്റ് ഹൈസ്കൂൾ ആണ് എന്ന് അദ്ദേഹത്തോട് കൃത്യമായി ആവശ്യപ്പെടുകയും ആ ആവശ്യം അംഗീകരിച്ചുകൊണ്ട് കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന് നേതൃത്വം നൽകുന്ന മന്ത്രി അദ്ദേഹത്തിന്റെ വകുപ്പിൽ നിന്നും 1,25,00,000 രൂപ അനുവദിക്കുകയും ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K. സുരേഷ് അധ്യക്ഷത വഹിച്ചു. എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ C. രാജേഷ് ചന്ദ്രൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രാജേന്ദ്രപ്രസാദ്, ജില്ലാ പഞ്ചായത്ത് അംഗം പ്രീത മോഹൻദാസ്, വിദ്യാഭ്യാസ ഉപഡയറക്ടർ
പി സുനിജ, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ പി വിജയകുമാർ, കെ ഹരി, കുമാരി ദേവി, പഞ്ചായത്ത് അംഗങ്ങളായ മണികണ്ഠൻ, എം ഷിബു, വിമല, വിദ്യാഭ്യാസ ഓഫീസർ എ കെ അനീഷ്, പി ടി ജയറാം, AEO ശാന്തകുമാരി, കെ പ്രഭാകരൻ, എം വിജയകുമാർ, സൗമ്യ, എം ജി രാജേഷ്, എം കെ കോമളകൃഷ്ണൻ, ഒ സുരേഷ് എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ സദനം ഗോപാലകൃഷ്ണൻ, ഗായകൻ മുരളി അപ്പാടത്ത്, അവുഞ്ഞിയിൽ മോഹനൻ, സ്നേഹ എന്നിവരെ MLA ഉപഹാരം നൽകി ആദരിച്ചു. PTA പ്രസിഡന്റ് എം വിജയകുമാർ സ്വാഗതവും പ്രധാനാധ്യാപിക വി അനിത നന്ദിയും പറഞ്ഞു. തുടർന്ന് മെഗാ തിരുവാതിരക്കളിയും നാടൻപാട്ടും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. സീനിയർ സിറ്റിസൺസ് ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷൻ സൗജന്യ നേത്രപരിശോധന തിമിര നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു. ചെർപ്പളശ്ശേരി അറ്റ്ലസ് കണ്ണാശുപത്രിയുടെ സഹകരണത്തോടെ നടത്തിയ ക്യാമ്പ് ഷൊർണൂർ നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. ഭാഗമായിട്ട് പരിഹരിച്ചു പോകാനുള്ള ഒരു നടപടി എന്ന നിലയിലാണ് ഇത്തരം ക്യാമ്പുകൾ നടക്കുന്നത്. ക്യാമ്പ് കൊണ്ട് നമുക്ക് കുറച്ചുകൂടി വിവരപ്പെടണമെങ്കിൽ ആളുകളുടെ മുന്നോട്ട് എത്തിയിട്ടുണ്ടാകാൻ സാധ്യതയില്ല തോന്നും. അതല്ലെങ്കിൽ പങ്കാളിത്തം കുറച്ചുകൂടി ഉണ്ടാവുന്നതാണ്. എന്തായാലും നമുക്ക് ഇപ്പോൾ ഇവിടെ തന്നെ 10 മാസത്തിൻ്റെ വിവരം കൊടുത്താൽ ആളുകളിപ്പോൾ വരാൻ സാധ്യതയുണ്ട്. സീനിയർ സിറ്റിസൺസ് ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷൻ മേഖലാ പ്രസിഡന്റ് MK രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. മഞ്ഞക്കാട് യൂണിറ്റ് ട്രഷറർ TV ജയരാജ് സ്വാഗതം പറഞ്ഞു. കൗൺസിലർ ഷൊർണൂർ വിജയൻ, അറ്റ്ലസ് ആശുപത്രിയിലെ ഡോക്ടർ സ്മിഷ ലക്ഷ്മി എന്നിവർ പ്രസംഗിച്ചു. മഞ്ഞക്കാട് യൂണിറ്റ് സെക്രട്ടറി അശോക് സിദ്ധാർത്ഥ് നന്ദി പറഞ്ഞു. മേഖലാ സെക്രട്ടറി K ചന്ദ്രൻ, ട്രഷറർ N ലോഹിതാക്ഷൻ, ജോയിന്റ് സെക്രട്ടറിമാരായ KR മോഹൻദാസ്, KT രാമചന്ദ്രൻ, K ഗംഗാധരൻ, വനിതാ വിഭാഗം പാലക്കാട് ജില്ലാ കമ്മിറ്റി അംഗം V ഹേമലത, യൂണിറ്റ് വൈസ് പ്രസിഡന്റ് NC സീത തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. തോലന്നൂർ കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ ശിവൻ വെളിച്ചപ്പാടിന്റെ നേതൃത്വത്തിൽ വർഷം തോറും നടത്തിവരാറുള്ള ഭരണി ഉത്സവവും കൊടുങ്ങല്ലൂർ യാത്രയും ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ വിവിധ പരിപാടികളോടെ നടന്നു. ക്ഷേത്രത്തിൽ പ്രത്യേക പൂജകളും ഉച്ചയ്ക്ക് മഹാ അന്നദാനവും നടന്നു. തുടർന്ന് വെളിച്ചപ്പാട് സംഘത്തിന്റെ നേതൃത്വത്തിൽ കൊടുങ്ങല്ലൂർ ഭരണിയാത്ര പുറപ്പെട്ടു. ആന, പഞ്ചവാദ്യം, ശിങ്കാരിമേളം, ബാൻഡ് വാദ്യം, തമ്പോലമേളം, തായമ്പക, മുറം ഡാൻസ്, നാടൻ കലാരൂപങ്ങൾ എന്നിവ പുറപ്പാടിന് അകമ്പടിയായി. ദേശമംഗലം കറ്റുവട്ടൂർ ഫ്രണ്ട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ ഇഫ്താർ സംഗമവും ലഹരി വിരുദ്ധ ക്യാമ്പയിനും നടത്തി. റിസോഴ്സ് പേഴ്സൺ അംഗം ഷാഹി ഷിഹാബ് ഉദ്ഘാടനം ചെയ്തു. CM അൻഫാസ് അധ്യക്ഷത വഹിച്ചു. ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജയരാജ് മുഖ്യപ്രഭാഷണം നടത്തി. മഹല്ല് ഖത്തീബ് മുഹമ്മദ് കുട്ടി അൻവരി മദ്യത്തിനെതിരെയുള്ള അവലോകന ക്ലാസ് നടത്തി. വടക്കാഞ്ചേരി ബ്ലോക്ക് മെമ്പർ സുശീല, ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ PS ലക്ഷ്മണൻ, PI ഷാനവാസ്, റിട്ടയർഡ് അധ്യാപകൻ ജയരാജ് വർമ്മ, ക്ലബ് അംഗങ്ങളായ അൻഫാസ്, ഫർസിൻ, സഞ്ജയ്, ജയദേവൻ, പ്രേമൻ എന്നിവർ സംസാരിച്ചു. ലഹരിക്കെതിരെ യുവാക്കളെ ഒരുമിച്ച് ബോധവൽക്കരണം നൽകുകയും നാട്ടിലെ വളർന്നുവരുന്ന തലമുറയിൽ ലഹരി ഉപയോഗം തടയാനുള്ള കൂട്ടായ ഉത്തരവാദിത്വവും പരിപാടികളും നാടിനെ മുൻനിർത്തി ചെയ്യുമെന്ന് ക്ലബ്ബ് ഭാരവാഹികൾ സംഗമത്തിൽ പ്രതിജ്ഞ ചെയ്തു. തുടർന്ന് ഇഫ്താർ സംഘവും നടന്നു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൃശൂർ ജില്ലയിൽ ഓപ്പറേഷൻ കാപ്പ ശക്തം. വിവിധ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ 6 കുപ്രസിദ്ധ ഗുണ്ടകൾക്കെതിരെ കാപ്പ ചുമത്തി. 2025 മാത്രം തൃശൂർ റൂറൽ ജില്ലയിൽ കാപ്പ പ്രകാരം ജയിലിലടച്ചത് 31 പേരെ, 37 പേരെ നാടുകടത്തി. ലഹരിക്കെതിരെ ജനകീയ കവചം തീർത്ത് DYFI. ഷൊർണൂർ ജനകീയ ജാഗ്രതാ സമിതി രൂപീകരിച്ചു. ലഹരി വിരുദ്ധ ജനകീയ യുദ്ധത്തിൽ അണിചേരാൻ ആഹ്വാനം.
പാണക്കാട് നിന്ന് നെടുമ്പാശ്ശേരിയിലേക്കുള്ള യാത്രയ്ക്കിടെ വഴിയോരത്ത് നിറഞ്ഞ പ്രവർത്തകരെ ആവേശത്തിലാക്കി കോൺഗ്രസ് എം പി പ്രിയങ്ക ഗാന്ധി. പട്ടാമ്പിയിൽ പ്രിയങ്കയെ കാണാൻ കോൺഗ്രസ് ഓഫീസ് പരിസരത്ത് തടിച്ചുകൂടിയത് നൂറുകണക്കിന് പ്രവർത്തകർ. മണ്ണുത്തി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പ്രിയങ്കയുടെ വാഹനവ്യൂഹത്തിന് തടസ്സം സൃഷ്ടിച്ച എളനാട് സ്വദേശിക്കെതിരെ കേസെടുത്തു. 96 ദേശങ്ങൾ പൂരാവേശത്തിൽ. ചരിത്രപ്രസിദ്ധമായ കവളപ്പാറ ആര്യങ്കാവ് പൂരത്തിന് കൊടിയേറി. നാളെ 5-ാം വേല. ഏപ്രിൽ 3-ന് കുതിരക്കളി, 4-ന് വർണ്ണപ്പൂരം. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നന്ദി, നമസ്കാരം.